ഹായ്, ഇന്നൊരു നാരങ്ങ പുളിങ്കറി ആയാലോ? അതിനായി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് കണ്ണൂരിൽ മാതള നാരങ്ങ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പുറന്തൊലിയൊക്കെ ചെത്തിയിട്ട് ഞാൻ നീളത്തിൽ ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വെല്ലം, പുളിവെള്ളം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇതിനാവശ്യമായ കുറച്ച് മസാലപ്പൊടി കൂടി വേണം. അതിനായി കാശ്മീരി മുളക്, ഇത് ചെറുതായി ഞാൻ ചൂടാക്കി മാറ്റി വെച്ചതാണ്. പിന്നെ കടുക്, ഉലുവ, കായ്മുളക്. ഈ ഉലുവ വറുത്തിട്ട് പൊടിച്ചതാണ്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഈ നാരങ്ങ അതിലിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റും. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതും നന്നായി വഴറ്റണമെന്നില്ല, കുറച്ച് വഴറ്റിയാൽ മതി. പിന്നെ നമ്മളെടുത്ത് വെച്ച പുളിവെള്ളത്തിലാണ് ഈ നാരങ്ങ വേവേണ്ടത്. നന്നായിട്ട് പുളി വേണം. അപ്പോൾ കുറച്ച് അതിൻ്റെ ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ച് കുറച്ച് വേവിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം നാരങ്ങ വെന്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തു. കാശ്മീരി മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള മധുരം നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. നമുക്കിത് ഒരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക നാരങ്ങയ്ക്ക്. അപ്പോൾ നല്ല പുളിയും മധുരമെല്ലാം കൂടിക്കഴിഞ്ഞാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രേവി വേണ്ടുന്നവർ കുറച്ച് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നാരങ്ങ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് നാരങ്ങക്കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. താളിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഉലുവപ്പൊടി ചേർക്കേണ്ടത്. എന്നാൽ ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.